ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ജിഞ്ചർ ചിക്കൻ ആണ്. ഇതൊരു ചൈനീസ് ഡിഷാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല കട്ടിക്ക് മിക്സ് ചെയ്തെടുക്കാം. വല്ലാണ്ട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല, അതേസമയം വല്ലാതെ ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. ലൂസായി കഴിഞ്ഞാൽ ചിക്കനിൽ കോട്ടിംഗ് ഒന്നും ശരിക്കും പിടിക്കില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് എരിവും ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈവച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലകളൊക്കെ ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വല്ലാതെ അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വല്ലാതെ അങ്ങ് ഫ്രൈ ചെയ്താൽ ചിക്കൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ചിക്കൻ ഒന്നും കൂടി വേവിക്കും. അപ്പോൾ ഈ ചിക്കൻ കറിയിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ഫുള്ളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ അതേ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോളയുടെ പകുതിയും ഒരു പകുതി ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വല്ലാതെ അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് ഒരു സവാളയുടെ പകുതി കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. ചൈനീസ് ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ചിക്കൻ ആയതുകൊണ്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വല്ലാതെ അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയ സോസാണ്. ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. സോസുകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ സർവ് ചെയ്യാം, ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗ്രേവിക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ജിഞ്ചർ ചിക്കൻ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇഞ്ചി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, പത്തിരി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.